ജനകീയ പ്രശ്നങ്ങൾ മാത്രം തൻ്റെ മുമ്പിൽ അത് കൊണ്ടുവരാനും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഭരണത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യാൻ സാധിച്ച ഒരു കർമ്മ നിരതനായ മുഖ്യമന്ത്രിയായി നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന വിശേഷണം സ്വന്തമാക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനകീയ ഭരണരീതിയും പൊതുജീവിതത്തിലെ മാതൃകാപരമായ ഇടപെടലുകളും അനുസ്മരിച്ച് പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് പരിഹാരം കാണാൻ ജീവിതം മാറ്റിവെച്ച നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയായിരിക്കെ ജനസമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തിയ അദ്ദേഹം അധികാരത്തിന്റെ ഔപചാരികതകൾക്കപ്പുറം ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച ഭരണാധികാരിയായാണ് കേരളം ഇന്നും ഓർക്കുന്നത്. അത്തരമൊരു ജനനായകന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കെപിസിസി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനും ഉമ്മൻചാണ്ടി നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടുമെന്നും കെ കരുണാകരന് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും വി ബാബുരാജ് പറഞ്ഞു. ഏറ്റവും നല്ല മുഖ്യമന്ത്രിക്കുള്ള അവാർഡ് നേടിയ പ്രിയപ്പെട്ട നേതാവ് ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അദ്ദേഹത്തിന്റെ മുൻപിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. കുട്ടികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ടിയും ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിച്ചിരിക്കുന്ന നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രയാസം അനുഭവിച്ച ആശാവർക്കർമാരടക്കമുള്ള ആളുകളുടെ കാര്യത്തിലായാലും ജനകീയ പ്രശ്നങ്ങൾ മാത്രം തൻ്റെ മുമ്പിൽ അത് കൊണ്ടുവരാനും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഭരണത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യാൻ സാധിച്ച ഒരു കർമ്മ നിരതനായ മുഖ്യമന്ത്രിയായി നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം പി ഫസൽ മുഹമ്മദ്, രാജേഷ് ചേങ്ങോടൻ, ദിനേശ് കണക്കാഞ്ചേരി, മുനിസിപ്പൽ കൌൺസിലർമാരായ അലീന മറിയം, സബിത, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി, ഹുസൈനു ചേനാടൻ, എം പി മനോജ്, ടി എസ് രാമചന്ദ്രൻ, സി പി ഷീബ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ നേതാവായി മാറിയ ഉമ്മൻചാണ്ടിയുടെ ജീവിതവും ജനകീയ ഭരണശൈലിയും ഇന്നും പൊതുരംഗത്തിന് മാതൃകയാണെന്ന് അനുസ്മരണ സമ്മേളനം വിലയിരുത്തി. ചാനൽ 10 പെരിന്തൽമണ്ണ. വീടുകളിൽ വെറുതെ ഇരിക്കുന്നതോ പൊട്ടിയതോ ഉപയോഗിക്കാത്തതോ ആയ സ്വർണ്ണാഭരണങ്ങളുണ്ടോ? അവ സുരക്ഷിതമല്ലാത്ത രീതിയിൽ സൂക്ഷിക്കുന്നതിന് പകരം സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്വർണ്ണ സുരക്ഷ പദ്ധതിയിൽ നിക്ഷേപിക്കൂ. മകളുടെ വിവാഹം പോലുള്ള ഭാവിയിലെ വലിയ സ്വപ്നങ്ങൾക്കായി ഈ സ്വർണം ഇപ്പോഴേ സഫയിൽ ഏൽപ്പിക്കാം. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം അതേ തൂക്കത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ പണിക്കൂലി ഒട്ടുമില്ലാതെ സ്വന്തമാക്കാം. വലിയ സ്വപ്നങ്ങൾക്കായി ചെറിയ നിക്ഷേപം. സ്വർണ്ണ സുരക്ഷ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻ.